അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ചെറിയ ട്രിപ്പ് ഇവിടെ ഏഴാറ്റുമുഖം വരെ കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഏഴാറ്റുമുഖം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ തയ്ച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഏഴാറ്റുമുഖം വരെ പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു ഏഴാറ്റുമുഖം വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏഴാറ്റുമുഖം പോണ വഴി ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ കയറിയിട്ട് നമ്മുടെ ഫോൺ നമ്പർ പിന്നെ വണ്ടി നമ്പർ ഇതൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കടന്നു പോകാനായിട്ട് കേട്ടോ. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ പ്ലാസ്റ്റിക് ഒന്നും നമ്മളവിടെ ഒരു സ്ഥലത്ത് ഇട്ടിട്ട് പോരരുത്. അപ്പം നമ്മളവിടെ ഫോൺ നമ്പർ വണ്ടി നമ്പർ കൊടുത്തിട്ട് തിരിച്ച് വരാണ് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ന്യൂ ഇയർ ആയിട്ട് വേറെ വണ്ടികളൊക്കെ ഉണ്ട്, കുറേ വണ്ടികളുണ്ട് ഇവിടെ. എന്നാലും വണ്ടി പിന്നെ ബാക്കിൽ കിടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ഇതേ കിടക്കുന്നു. അപ്പോൾ പിന്നെ ഇവിടെ വഴിക്ക് ഒരു റിസോർട്ടൊക്കെ ഉണ്ട്. ഇതാ പാലാട്ടി റിസോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ആ ബോർഡ് കാണുന്നത് കേട്ടോ. അതിരപ്പള്ളി റോഡ് തന്നെ നിയർ ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ പോകുന്ന വഴിയാട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കണേ. രണ്ട് സൈഡിൽ എന്ന് പറഞ്ഞാൽ എണ്ണപ്പന തോട്ടങ്ങളാണ് കേട്ടോ. അപ്പൊ ഈ വഴിക്ക് ആനയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പോകുന്നവര് സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിച്ച് പോവാ. ഏത് ടേണിങ്ങിലാ പോവാ, നമ്മുടെ ഗണപതിയും അല്ലെങ്കിൽ ഒറ്റക്കൊമ്പനൊക്കെ നിക്കാന്നറിയില്ല. അപ്പൊ നമ്മളിപ്പോ ഏഴാറ്റുമുഖത്തേക്ക് എത്തിയിട്ടില്ല. ഒരു കിലോമീറ്റർ കൂടെ പോയാൽ ഏഴാറ്റുമുഖം എത്തുമെന്നാണ് എനിക്ക് തോന്നണേ. കറക്റ്റ് വഴി എന്തോരം ദൂരം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഞാൻ നിർത്തിയിട്ട് വെറുതെ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പോകാത്തവരും കാണാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതിരപ്പള്ളിക്കൊക്കെ ഈ വഴി അടിപൊളിയായിട്ട്. ഈ പുഴ എന്ന് പറയുന്നത് നമ്മുടെ അതിരപ്പള്ളിയിൽ നിന്ന് ഒഴുകി വരുന്ന ചാലക്കുടി പുഴയുടെ ഒരു ഭാഗമാണ് കേട്ടോ. നമ്മൾ ഏഴാറ്റുമുഖത്തേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പുള്ളൊരു ചെറിയൊരു വ്യൂ പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പുഴയുടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ വേണമെങ്കിൽ ഇറങ്ങിപ്പോയി നോക്കാം. ഇറങ്ങി പോകുമ്പോൾ സൂക്ഷിക്കണം, പാമ്പുണ്ടോ എന്നൊക്കെ കേട്ടോ. കാരണം ഇവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ചിലപ്പോൾ നല്ല പാമ്പുകളൊക്കെ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ചേട്ടന്മാർ വന്ന് ഇവിടെ ചൂണ്ടിടുന്ന ഒരു സ്ഥലമാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ആഹാ, ഓക്കെ, നമ്മുടെ ചാലക്കുടി പുഴയുടെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അതിരപ്പള്ളിയിൽ നിന്ന് ഒഴുകി വരുന്ന അതാണ് നമ്മുടെ ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. അതിരപ്പള്ളിക്ക് മുകളിൽ, അതിരപ്പള്ളിയിൽ നിന്നല്ല. നമ്മുടെ സൂര്യൻ ആകാശത്ത് നിന്ന് നമ്മുടെ വെള്ളത്തിലേക്ക് അടിച്ചിട്ട് എൻ്റെ മൂത്തിക്ക് അടിക്കുന്നു. അപ്പോൾ ഞാൻ പുഴയിൽ നിന്ന് കയറി പോരാണ്ട. കാരണം നമുക്കവിടെ ഈ ഏഴാറ്റുമുഖത്ത് നമുക്കിനി അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് സമയമേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ അവിടെ ചിലപ്പോൾ ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം അവിടേക്ക് പോവാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു ഫാമിലി വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ പ്ലാന്റേഴ്സിലെ ജോലിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവരുടെയൊക്കെ വീട്ടിലെ പശുക്കളൊക്കെ ഇങ്ങനെ ഇവിടെ പറമ്പിൽ ഇങ്ങനെ അഴിച്ചിട്ട് തീറ്റുന്നുണ്ട്. അതൊക്കെ വൈകുന്നേരം ആകുമ്പോൾ കറക്റ്റ് ടൈമിന് വീട്ടിലേക്ക് തന്നെ എത്തിക്കോളും. ആരും കൂടെ ഒന്നും വേണ്ട. അപ്പോൾ നമ്മള് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കണ്ട. അതിന്റെ എൻട്രൻസ് ആണ് ഇപ്പൊ നമ്മള് ഇറങ്ങി ചെല്ലണം കേട്ടോ. പാർക്കിംഗ് ഉണ്ടാവും. എല്ലാ വണ്ടികളും ആളുകൾ ഇങ്ങനെ പുറമെ പാർക്ക് ചെയ്തിട്ടേക്ക് പാർക്കിംഗ് സ്പേസ് ഇല്ലാണ്ടാണ്. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ആണ് ഇത്രയും തിരക്ക്. അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ ഇത്രയും തിരക്ക് നോർമലി ഉണ്ടാവാറില്ല. ന്യൂ ഇയറും ഹോളിഡേയുടെ ലാസ്റ്റ് ദിവസങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഒരു ദിവസം ഫ്രണ്ട് വ്യൂ ആണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ പ്രകൃതി ഗ്രാമം ഏഴാറ്റുമത്തിൻ്റെ ഫ്രണ്ട് ഇതാണ്. അപ്പോൾ നമ്മൾ വരുന്നവർ ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടർ ഇതാണ്, ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ കേട്ടോ. അപ്പോൾ അതിവിടെ അത്യാവശ്യം കാറിന് പാർക്കിംഗ് സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് ഫുള്ളാണ്, പാർക്കിംഗ് സ്പേസ് ഫുള്ളാണ്. അപ്പോൾ വണ്ടി നമ്മൾ പുറത്തിട്ടിട്ടാണ് വന്നേക്കണേ. അത്യാവശ്യം നല്ല സൗകര്യമുള്ള പാർക്കിംഗ് സ്പേസാണ്. അപ്പം നമുക്കിവിടെ കാണാനുള്ളത് തൂക്കുപാലം, പിന്നെ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള പാർക്ക്, പിന്നെ അവിടെ പുഴയുടെ സൈഡിലെ വ്യൂ ഉണ്ട്. അതൊക്കെയാണ് നമുക്കുള്ളത്. ഓ വൈകുന്നേരമായി. അപ്പോൾ എനിക്ക് തോന്നണു ആൾക്കാരുകളൊക്കെ പോയി തുടങ്ങി തോന്നണു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എവിടേക്ക് പോകണ്ടേ? ഇവിടെ വന്നാൽ നമ്മൾ ഫോണൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം കുരങ്ങന്മാരുണ്ട് ഇവിടെ. അപ്പോൾ ഇത് നമ്മൾ ഇത് പുഴയിലേക്ക് പോകുന്നൊരു എൻട്രൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ടോയ്ലറ്റൊക്കെ ഉണ്ട്, നല്ല ടോയ്ലറ്റ് റൂമൊക്കെ ഉണ്ട്, ജെൻസിനും ലേഡീസിനും, പിന്നെ ഡ്രസ് ചേഞ്ചിങ് റൂം അതൊക്കെ ഉണ്ട്. ഊഞ്ഞാല് പക്ഷെ ഈ ഊഞ്ഞാലില് നമുക്ക് പിള്ളേർക്ക് ആടാൻ പറ്റില്ല, വലിയവർക്ക് ആടാം. ചെരിഞ്ഞിരിക്കണേന് ഞാൻ എന്ത് ചെയ്യാനാ? ഇവിടെ പിള്ളേരെ കളിക്കാൻ കൊണ്ടുവന്നിട്ട് കൊച്ചിൻ്റെ അമ്മയാണ് ഊഞ്ഞാലാടണേട്ടാ. അതെ, ആ കൊമ്പൊടിഞ്ഞു വീഴോ? ഇല്ല അല്ലേ? ആ പിന്നെ വെയിറ്റ് കൂടുതലുള്ളാരും കൊണ്ടേ അമ്മ ഊഞ്ഞാലാടിയപ്പോ കൊച്ചിനും അമ്മയുടെ മടിയിലിരുന്ന് ആടണം. എന്താ അതെ, അമ്മയുടെ മടിയിലിരുന്നാണ് ചെക്കൻ്റെ ഊഞ്ഞാലാട്ടം. ഇത് കഴിഞ്ഞിട്ട് വേണം അച്ഛനും മുളുക്കും കൂടെ ഊഞ്ഞാലാടാൻ അല്ലേ? അപ്പൊ അച്ഛനാടണ്ടടാ. ആ ആ ആ കൊച്ചിന് ഒറ്റയ്ക്ക് ആടാനുള്ള ഊഞ്ഞാല് വേറെ അവിടെ ഉണ്ട് കേട്ടാ. പിള്ളേരുടെ ഊഞ്ഞാല് വേറെ ഉണ്ട്, കുട്ടികളുടെ ആടാനുള്ളതൊക്കെ കറങ്ങാനുള്ളതൊക്കെ അവിടെ വേറെ ഉണ്ട്. കണ്ണപ്പൂ ഊഞ്ഞാലാടാണോ? ആ ഹിറ്റായാ? അതെ അല്ലേ? ആ അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ല എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാട്ടോ. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ കുറവായതുകൊണ്ട് പുഴയിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഇറങ്ങി പോവാം, നല്ല അടിപൊളിയായിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ കുട്ടികളെ കൊണ്ട് പോകുന്നത് റിസ്ക്കാണ്. കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ കുട്ടികളെ കൊണ്ടുപോകാൻ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് മുകളിൽ കയറാം, ഇവിടെ ഒന്നും കാണാനൊന്നും പറ്റില്ല. ആ അത് നമുക്കവിടെ നടക്കായിരുന്നു. ഓക്കെ, കയറി കയറി കയറി. അതേ നമ്മൾ കയറിയിട്ട് പുഴയിലേക്കുള്ള വ്യൂ കാണാൻ പോകണ്ട. ഇവിടെ പുഴയെന്ന് വരണം, പുഴയെന്നാണ് തോന്നുന്നു. ഈ വെള്ളം പുഴയെന്നല്ലേ വരുന്നത്? ആ അപ്പോൾ പുഴയെന്ന് തിരിച്ചു വിടുന്ന വെള്ളമാണ്, ഒരേ ഏരിയയിലേക്ക് നനയ്ക്കാനൊക്കെ പോകുന്ന വെള്ളമാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് വേണം നിൽക്കാൻ. നിങ്ങൾക്കിപ്പോൾ ഈ വെള്ളം നോക്കിയിട്ട് എവിടേക്ക് ഒഴുകണമെന്ന് വല്ല പിടുത്തണ്ട. ഈ വെള്ളം ദേ അവിടേക്കാണ് ഒഴുകി പോണത്, അങ്ങനെ ഒഴുകി പോകണം. നമ്മൾ വന്നപ്പോൾ ഒരു എൻട്രൻസിൽ തന്നെ ഒരു കാന കണ്ടായിരുന്നില്ലേ, ഒരു കനാല് വലുത്, അതാണ് ഈ ഒഴുകി പോണത് കേട്ടോ. അപ്പം അതിന് നമുക്ക് പുഴയുടെ വ്യൂ കാണാൻ പോവാം. ഇവിടെ വേറെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കി ഇറങ്ങണം. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഒരു കാര്യം പറഞ്ഞായിരുന്നു, മാലിന്യം, അതായത് പ്ലാസ്റ്റിക് ഇതൊന്നും വലിച്ചെറിയരുതെന്നുള്ളത്. അത് നമ്മുടെ പ്രകൃതിക്ക് ദോഷമായിട്ട് വരും. അപ്പം ഇത് ലംഘിച്ചാൽ 5000 രൂപ പിഴ എന്നുള്ളത് ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഴയിലേക്കുള്ള ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണാൻ പോണത്. ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. അപ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ തൂക്കുപാലട്ടാ. ഇതിപ്പോൾ ഞാൻ പുഴയിൽ ഇറങ്ങി നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ്. നമുക്ക് തൂക്കുപാലത്തിൽ കയറിയിട്ട് ഇതിൻ്റെ ഒരു വ്യൂ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ സ്പേസ്, പുഴയുടെ സ്പേസ് ടോട്ടലായിട്ട് കാണിച്ചു തരാവേ. വെള്ളം തീരെയില്ല. അപ്പോൾ വെള്ളം തീരില്ലാത്തതുകൊണ്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആയിട്ട് കൊണ്ടുവന്നാൽ
അടിപൊളിയായിട്ട് ഫ്രഷായിട്ട് കുളിച്ചിട്ടൊക്കെ പോവാം. അപ്പോൾ ഈ കാന്തുവിന് വെള്ളത്തിലിറങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സൈഡിൽ ഇരുത്തിക്കാട്ടാ. അവൾക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ കാന്തുവിൻ്റെ അനിയനും അതെ വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാന്തുവിൻ്റെ അനിയനെ കാന്തുവിൻ്റെ മമ്മിയോടെ വെള്ളത്തിലിറക്കി നിർത്തിയിട്ടുണ്ട്. കാന്തു ആ സൈഡിലേക്ക് നീങ്ങിയിരിക്കില്ല കേട്ടാ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മൊബൈലിലൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, വേറെ ഒന്നല്ല മറ്റുള്ളവരുടെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനത് നമുക്ക് ഒരു വ്യൂ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലെ പുഴയിൽ ഇറങ്ങിയിട്ടുള്ളൊരു വ്യൂ കേട്ടോ. ഒരു ഹോളിഡേയ്സ് അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഒക്കെ ആഘോഷിക്കാനുള്ള ഒരു ഇവിടെ വന്നാൽ മതി. അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ് ചെയ്ത് പോവാം. നമ്മൾ രണ്ടാളെയും നമ്മൾ പുഴയിൽ ഇറക്കി കാണട്ടാ. ഈ ചെക്കൻ്റെ ഇവിടെ പുഴയിൽ നിന്ന് കല്ലൊക്കെ വാരി എറിയുന്നുണ്ട്. ഉടുപ്പൊക്കെ ആകെ നനച്ച് ഇന്ന് പോകുമ്പോഴേക്കും കുളമെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ ഇവിടെ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ തൂക്കുപാലത്തിൽ നിന്ന് നമുക്ക് നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. അവിടെ തൂക്കുപാലത്തിൽ ആൾക്കാർ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ തൂക്കുപാലത്തിൽ ആൾക്കാർ കുറവാണ്. ഇപ്പം നമുക്കൊരു ഫുള്ളായിട്ടുള്ള വീഡിയോ എടുക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വന്നപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ ബാത്ത് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ എടുക്കാണ്ടിരുന്നത്. നമ്മളന്ന് വന്നപ്പോൾ മഴയുള്ള സമയമായിരുന്നു, കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു, പുഴയിലേക്ക് ഇറക്കുന്നുണ്ടായില്ല. നമ്മുടെ പുത്രനെ ആദ്യമായിട്ട് കൊണ്ടുവരണേട്ടാ. ആളിത് ഇവിടെ ഈ പുഴയിലുള്ള കല്ലൊക്കെ പറക്കി നടക്കണത് നോക്കി കാണിക്കുന്നു. എനിക്ക് ഇവന്റെ വിചാരം പുഴയിൽ കല്ല് പറക്കാൻ വന്നാന്നാണ്. ഉടുപ്പൊക്കെ ആകെ നനച്ചു. ഭാഗ്യത്തിന് കൊച്ചിൻ്റെ മമ്മി വണ്ടിയിൽ ഉടുപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാന്തിന്റെ കാലിന്റെ അടുത്ത് കൂടെ മീൻ പോയി കാന്തിന് പേടിയായിട്ട് അയ്യോ മീമീന്ന്. എന്നപ്പോ മീമീനാണ്ടാ അവൻ കണ്ണപ്പോ കല്ല് വീക്കുമ്പോ കാന്തിന്റെ മേത്തേക്ക് വരാണ്ട് നോക്കിയോളൂട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബൈ ബൈ.